ഹായ് ഫ്രണ്ട്സ്, കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിയായ ചീസി എഗ് റോൾ ഉണ്ടാക്കാം ഇന്ന്. കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി എഗ് റോള് വീട്ടിൽ തന്നെ നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുരുമുളകിന് പകരം ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും കൂടി ഇടാം. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് പച്ചമുളകിനേക്കാളും നല്ലത് കുരുമുളകായിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. പാലൊഴിക്കുന്നത് കൊണ്ട് ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാന് വെച്ച് ചൂടാക്കി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് പാനിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇത് ബട്ടർ നന്നായി മെൽട്ടായതിനു ശേഷം അടിച്ച് മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എഗ്ഗ് റോൾ കുറച്ചുകൂടി ഹെൽത്തിയാക്കാൻ വേണ്ടി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കുറച്ച് ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കവും കുറച്ച് മല്ലിയിലയും ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഇതുപോലെ ചീസ് നിരത്തി വെച്ച് കൊടുക്കുക. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെക്കുന്ന ആ ചീസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ചീസ് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ ഒരു കുക്ക് ചെയ്ത ചപ്പാത്തി വെച്ച് കൊടുക്കുക. ചപ്പാത്തി വെച്ച് കൈകൊണ്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മുട്ട വെന്തതിന് ശേഷം ഇത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചീസും കൂടി ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ചീസ് നിരത്തി വെച്ച് കൊടുത്ത് ചീസ് ചെറുതായി ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇത് സാവധാനത്തിൽ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളാതെ സാവധാനത്തിൽ ഇത് റോൾ ചെയ്തെടുക്കണം. ഇത് നല്ല ചൂടാണ്, റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫ്ലെയിം ഓഫ് ചെയ്ത് റോൾ ചെയ്താലും മതി. ഇതിപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കളർഫുൾ ചീസി എഗ് റോൾ റെഡിയായി. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ ഇത് കഴിച്ചോളും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.